ഹായ് ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്വീറ്റ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഇതിനായി നമുക്ക് വേണ്ടത് മൂത്ത് പഴുത്ത മധുരമുള്ള ചക്കപ്പഴമാണ്. ചക്കപ്പഴത്തിൻ്റെ ചകിണിയും പാടയും ഒക്കെ നീക്കം ചെയ്ത് അത് നമ്മൾ ചെറിയ കഷണങ്ങളാക്കി മുറിച്ച് നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കുക. ലോകത്തിലെ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന പഴമാണ് ചക്ക. ചക്ക വരട്ടി എടുത്തു വെച്ചാൽ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കും. ചക്കപ്പഴത്തിൽ വൈറ്റമിൻസ്, ഫൈബർ, ആൻറ്റി ഓക്സിഡൻസ് എന്നിവ അടങ്ങിയിരിക്കുന്നു. സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും വളരെ മികച്ചതാണ് ഈ ചക്കപ്പഴം. വേവിച്ചെടുത്ത ചക്കപ്പഴം നമുക്ക് ഒരു ഉരുളിയിൽ തീയിൽ വയ്ക്കാം. ഞാനിവിടെ ചക്കവരട്ടി റെഡിയാക്കുന്നതിന് വേണ്ടി വിറകടുപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ജലാംശമുള്ളതുകൊണ്ട് ഇത് തെറിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കയ്യിലൊക്കെ വീണ് കൈ പൊള്ളാനൊക്കെ ഉള്ള സാഹചര്യം വളരെ കൂടുതലായിരിക്കും. ഞാനിവിടെ കയ്യിൽ ഒരു സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കയ്യിലോട്ട് വീണാലും നമുക്ക് പെട്ടെന്ന് പൊള്ളലേൽക്കാതിരിക്കാനായിട്ടത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിനകത്തെ ജലാംശം ഏറെ നേരം ഇളക്കി പറ്റിച്ചെടുക്കുക. കൈവിടാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണം. അതുപോലെ തന്നെ തീയും അതനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് ഇരിക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. ശർക്കരയ്ക്കകത്ത് ധാരാളം അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശർക്കര നമ്മൾ ഉരുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നല്ല ശർക്കരയാണ്, കല്ലും അതുപോലെ തന്നെ അഴുക്കുകളൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഡയറക്റ്റായിട്ടും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് ഇളക്കി പറ്റിച്ച് ഇത് കണ്ടോ, നമ്മൾ ആദ്യമേ ഉണ്ടായിരുന്നതിൻ്റെ നേർപകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് ചക്ക വരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് കുറച്ച് നേരം ഈ കനലിൻ്റെ മുകളിൽ ഇടാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചക്ക വരട്ടി നന്നായിട്ട് ടൈറ്റായിട്ട് വരുന്നതിന് വേണ്ടി നമുക്ക് വറുത്ത് പൊടിച്ച അരിപ്പൊടി അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചക്ക വരട്ടി ഏതാണ്ട് ഫൈനൽ സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക, ചുക്ക്, ജീരകം എന്നിവ വറുത്ത് പൊടിച്ച് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നെയ്യും കൂടെ ചേർത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നല്ല ചൂടുള്ള കനലാണ്. ആ കനലിന് മുകളിൽ ഒരല്പം നേരം കൂടെ നമുക്ക് ഉരുളി റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. അപ്പോഴേക്കും ഒന്നുകൂടെ ഡ്രൈ ആയി മാറും. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കുക. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഈ ബോൾസ് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഇത് നമുക്ക് ചായയുടെ കൂടെയും കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ഒത്തിരി നാൾ കേടുകൂടാതെ ഇരിക്കുന്നതിനാൽ നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് മറ്റു പല ഡിഷസും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ചക്കപ്പായസവും ചക്ക ലഡുവും അങ്ങനെ ധാരാളം ഡിഷസ് ഉണ്ടാക്കാനായിട്ട് ഈ ചക്ക വരട്ടി കൊണ്ട് സാധിക്കും. നമുക്ക് സീസൺ അല്ലാത്ത സമയങ്ങളിൽ ഇത് നമുക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള പലഹാരങ്ങൾ, അതായത് പൂച്ചയപ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകും. എന്തായാലും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി, ഡെലിഷ്യസ്. ഈ ചക്ക വരട്ടി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.